ശുദ്ധ സമ്മാനത്തിനല്ലേ കാണിച്ചത്. നിന്റെയൊക്കെ വീട്ടിലൊരു കല്യാണം നടക്കണം, അപ്പോഴേ ദണ്ണം മനസ്സിലാവും. ഇതെന്തായി കാണുന്നേ? ഇത് തന്നെയല്ലേ നമ്മൾ ബുക്ക് ചെയ്ത ഓഡിറ്റോറിയം? മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഇത് തന്നെ. പിന്നെന്താ ഇവിടെ നടക്കുന്നത്? ഇത് വേറെ ഏതോ കല്യാണമാണല്ലോ. ഈശ്വര, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? നമ്മുടെ മോളുടെ കല്യാണം നടക്കേണ്ട ഓഡിറ്റോറിയത്തില് വേറെ ആരൊക്കെ വന്ന് വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾ വന്ന കാര്യം നടത്തി പോകാൻ നോക്കുന്നു. ഇവിടെ വേറെ കല്യാണമുള്ളല്ലേ? തന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? ഞാനല്ലേ ഇവിടുത്തെ പച്ചാള. ഞാനിപ്പോ എന്ത് വേണം? ഇറങ്ങി പോടാ. അത് അയാളല്ലേ ഓഡിറ്റോറിയത്തിന്റെ മാനേജർ, പച്ചാളം സുഗതൻ. അതെ, അത് അയാള് തന്നെ. ഹലോ പച്ചാളം, ഒന്നും വന്നേ. ആ ചന്ദ്രേട്ടാ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ടെൻഷനും വേണ്ട. ഈ പച്ചാളത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇതുവരെ പാളിട്ടില്ല. കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. എന്തൊക്കെയാണെന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത ഓഡിറ്റോറിയത്തിലെ ഈ ആൾക്കാർക്ക് എന്താ കാര്യം? ആരെ ഇവരൊക്കെ? അതാണോ എന്റെ ചന്ദ്രേട്ട? ഇവിടെ 2 മണിക്കൂർ മുമ്പ് തീരേണ്ട കല്യാണം വരുന്നത്. പക്ഷെ ചെറിയൊരു പ്രശ്നം. ഞങ്ങൾ ബുക്ക് ചെയ്ത ഓഡിറ്റോറിയം നിങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുത്തു. എന്ത് മര്യാദക്കേടാ ഇത്? എന്റെ ചേച്ചി, അങ്ങനെയൊന്നും അല്ല. ഞാനൊന്ന് പറയട്ടെ, ഇത് കല്യാണ സീസൺ അല്ലേ? നിങ്ങളെ പോലെ തന്നെ അവർക്കും കല്യാണം കഴിക്കണ്ടേ? നിങ്ങൾ വരുന്നതിന് മുമ്പേ കല്യാണവും കഴിഞ്ഞ് പൊടിയും തട്ടി പോകേണ്ടതായിരുന്നവര്. ഈ പച്ചാളത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇതുവരെ പാളിയിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ആ നിൽക്കുന്ന ആയിരിക്കുന്ന ആളെ കണ്ട, അതാണ് കല്യാണ ചെറുക്കൻ. തലേ ദിവസം കള്ളൂടി കാരണം ചെക്കൻ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. രാവിലെ എഴുന്നേറ്റപ്പോഴാ തലവേദന ഛർദിനും മാറാനായിട്ട് കൂട്ടുകാരുടെ ഉപദേശകാരൻ നാളെ വീണ്ടും അടിച്ചു. അതോടെ പണി പാളി. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാണ്ടായ പയ്യന്. അങ്ങനെയാണ് കല്യാണം വൈകിയത്. അവൻ ഫിറ്റായത് എന്റെ കുഴപ്പമാണോ ചന്ദ്രേട്ടാ? അടിച്ചു കോഞ്ഞാട്ടായ ചെക്കന്റെ കൂട്ടുകാരും പെണ്ണിന്റെ ബന്ധുക്കളും തമ്മിലുള്ള വഴക്കാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ 13-ാം മണിക്കൂറിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ കല്യാണം നടത്തണ്ടേ? ദേ ചന്ദ്രേട്ടാ, അങ്ങോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ആ പെൺകുട്ടി ഇരുന്ന് കരയാണം കണ്ടില്ലേ? അതാണ് കല്യാണ പെണ്ണ്. നിങ്ങളുടെ മോളെ പോലെ തന്നെ ഒരു പെൺകൊച്ചല്ല അതും. അവളുടെ കെട്ട് എനിക്ക് നടത്തണ്ടേ? നിർത്തടാ, ഞങ്ങൾക്ക് ഇതൊന്നും കേക്കണ്ട. ഞങ്ങളുടെ ചെക്കൻ കൂട്ടി ഇങ്ങ് എത്താറായി. എത്രയും പെട്ടെന്ന് മണ്ട പൊഴിഞ്ഞു കിട്ടണം. ചൂടാകല്ല ആന്റി. ആരാണ് നിന്റെ ആന്റി? ഒറ്റ മണിക്കൂറുള്ളിൽ ഞാൻ എല്ലാം ഓക്കെ ആക്കാം. ആ ചെറുക്കന്റെ കെട്ടെന്ന് വിട്ടാ അപ്പ ഇവിടെ കെട്ട് കിടക്കും. അതോടെ മണ്ടാവും നിങ്ങൾക്ക് തന്നിരിക്കും. എല്ലാം ഓക്കെ ആണെന്ന്. ഈ പച്ചാളത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇതുവരെ പാളിയിട്ടില്ല. അതുവരെ നമ്മുടെ കൊച്ചിനെ കൊണ്ട് ഗ്രീൻ റൂമിൽ ഇരുത്ത്. പച്ചാളം, എല്ലാം ഓക്കെയാണ് ചന്ദ്രേട്ടാ. നിങ്ങൾ ഇവിടുത്തെ ടെൻഷൻ അടിക്കല്ലേ? ഈശ്വര, ഗിരിയും കൂട്ടിരിപ്പ് എത്തുമല്ലോ. നമ്മൾ അവരോട് എന്ത് പറയും? അയ്യോ, ഇത് ഏത് കാട്ടുപ്രദേശാ മോനെ? ഈ നാട്ടിലൊന്നും കാണാത്ത ഒരു സ്ഥലം. ഞാൻ സുമിതയെ തന്നെ വിളിച്ചു നോക്കാം, അല്ലാതെ വേറെ വഴിയില്ല. ഒന്ന് പെട്ടെന്ന് വിളിക്കേ. ചേച്ചി, ഗിരിയേട്ടനാ. ഈശ്വര, അവരിങ്ങ് എത്തിക്കാണും. ഇവിടുത്തെ അവസ്ഥ വെച്ച് വരുന്നവര് പുറത്ത് കാത്തു നിൽക്കേണ്ടി വരുള്ളൂ. അമ്മയൊന്നും മിണ്ടായിരിക്കേ. ഞാൻ ഈ കോളൊന്ന് എടുത്തോട്ടെ. ഹലോ. സുമിത, ഐ എം സോറി. ഈ സമയത്ത് ഞാൻ ശല്യം ചെയ്യുന്നതിൽ ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുക. കുഴപ്പത്തിലോ? അതെ, ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഞങ്ങൾ ഇപ്പോ ഉള്ളത് ചിറ്റൂർ റോഡിലാണ്. അപ്പൊ നിങ്ങള് കച്ചേരിപ്പടി സൈഡിൽ നിന്നല്ലേ വരുന്നേ? അയ്യോ, അങ്ങനെയൊക്കെ ചോദിച്ചാ എനിക്ക്. ഞാനേ അമ്പിമാമനെ കോൺഫറൻസ് കോളിൽ ഇടാം. സുമിത വഴി ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ശരി, ആയിക്കോട്ടെ. ഫോൺ അടിക്കുന്നല്ലോ. എവിടെടാ ഫോൺ? അയ്യോ, എന്താ ഗിരിമനെ പറ. മാമ, സുമിത ലൈനിലുണ്ട്, വഴി പറഞ്ഞു തരും. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കച്ചേരിപ്പടി സൈഡിൽ നിന്ന് വരുമ്പോ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ചിറ്റൂർ റോഡ് കഴിഞ്ഞ് എളമക്കര വഴി പൊറ്റമ്മലെത്തുമ്പോ ഒരു ചെറിയ കുരിശുപള്ളി കാണാം. നിതീഷേ, നോട്ട് ദ പോയിന്റ്. ഒരു കുരിശുപള്ളി, അതാണ് അടയാളം. മരുമോളെ പറ.
കുരിശുപള്ളി കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയണം. അവിടെ നേരെ പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പാലമുണ്ട്. നിതീഷേ, ഒരു സെക്കൻഡ്. നോട്ട് ദ പോയിന്റ്. ചെറിയൊരു പാലം. മോളെ പറഞ്ഞു. മാമ, നിങ്ങളൊന്ന് ഫോൺ ലൗഡ് സ്പീക്കറിലിട്ട് നിതീഷിനെ ഒന്ന് കേൾപ്പിച്ചാ മതി. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. മരുമോള് പറഞ്ഞ മുഴുവൻ റൂട്ടും എന്റെ മെമ്മറി കാർഡിലുണ്ട്. ആ, മോള് പറഞ്ഞു. ആ ഒരു ചെറിയ പാലം കഴിഞ്ഞിട്ട് ഈ റോഡ് രണ്ടായിട്ട് പിരിയുവേ. അപ്പോഴത്തേക്കും ഉടനെ റൈറ്റ് എടുക്കരുത്, അത് പുഴക്കരയിലേക്കാ പോകുന്നത്. അവിടെ പിന്നെ വണ്ടി തിരിക്കാനായിട്ട് സൗകര്യമില്ലാതെ പിന്നെ പെട്ടുപോകും. നിതീഷേ, നോ റൈറ്റ് ടൈം. ഇടത്തേക്ക് തിരിയരുത്. പുഴക്കരയാണ്. വണ്ടി പുഴയിലേക്ക് പോവും. ആ പ്രശ്നമാവും. നിന്റെ അമ്മയുടെ മേക്കപ്പ് എല്ലാം പോവും. ആ, പറഞ്ഞേക്കാം. സുമിത, ഒരൊറ്റ കാര്യം ചെയ്യേ. സുമിതയുടെ ഫോണിൽ നിന്ന് ആ ലൊക്കേഷൻ എന്റെ ഫോണിലേക്ക് ഒന്ന് ഷെയർ ചെയ്യേ. ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ ഹലോ. ആ, ഫോൺ കട്ട് ചെയ്താൽ ലൊക്കേഷൻ കിട്ടൂ. ഓ, സമാധാനായി. അവര് വരുന്നതേ ഉള്ളൂ. ഇവിടെ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്റെ പഴവങ്ങാടി ഗണപതി കാത്തു. അല്ല, സുമിത എന്താ ഇവിടെ നിൽക്കുന്നേ? അത് പിന്നെ നിങ്ങൾ വരുമ്പോ വഴികാട്ടാൻ ആരെങ്കിലും ഇവിടെ ഒരാളെ നിർത്തണമെന്ന് പറഞ്ഞില്ലേ? അതിന് കല്യാണ പെണ്ണാണ് ഇവിടെ നിൽക്കേണ്ടത്. അതും ഈ വേഷത്തില്. അവരൊക്കെ ഓരോ തിരക്കുകളിലായിപ്പോയി. വേറൊരു ജോലി ഇല്ലാതെ ഫ്രീ ആയിരുന്നു ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും സുമിത വഴി പറഞ്ഞു തരികയും മാപ്പ് ഷെയർ ചെയ്യുകയും ചെയ്തതുകൊണ്ട് അധികം ചുറ്റാതെ ഇവിടെ എത്തി. അമ്മയൊന്ന് വിളിക്കട്ടെ, എവിടെ എത്തിയാവോ? ഇനി ഇവിടെ അടുത്ത് തന്നെയല്ലേ? അതെ, അതെ. വിളിക്കാൻ വരട്ടെ, ഒരു മിനിറ്റ്. ഒരു കാര്യം പറഞ്ഞോ ഒന്നും തോന്നരുത്. അവരോടൊക്കെ ഒരല്പം കൂടി കഴിഞ്ഞു വന്നാ മതി എന്നൊന്ന് പറയോ? അതെന്തിനാ? എന്തു പറ്റി? അത് പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹാളില് ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുക. അത് കഴിയാതെ നമുക്ക് മണ്ഡപം കിട്ടില്ല. സുമിത പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടേത് കൂടാതെ വേറെ കല്യാണോ? അതെ, ഇതിപ്പോ കല്യാണ സീസൺ അല്ലേ. അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ഓഡിറ്റോറിയത്തിലൊക്കെ 1-2 കല്യാണങ്ങൾ പതിവാ. ഇത് 2 മണിക്കൂർ മുമ്പേ കഴിയേണ്ട കല്യാണമായിരുന്നു. പക്ഷെ വേറെ ചില പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങളുടെ ഭാഗ്യക്കേടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ. അയ്യോ, അല്ല, അതല്ല. അതിന് ഞാനിപ്പോ എന്താ വേണ്ടത്? അമ്മയും ബാക്കിയുള്ളവരും ഒക്കെ വരുന്നത് കുറച്ചു നേരത്തേക്കൊന്ന് വൈകിപ്പിക്കണം, അല്ലേ? ഹലോ. ആ മാമ, നിങ്ങൾ എവിടെ എത്തി? കുരിശുപള്ളി കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞു. ഇനി ഒരു ചെറിയ പാലം വരും, അത് കഴിഞ്ഞ് വലത്തോട്ട്. അല്ലല്ല, വലത്തോട്ടല്ല, ഇടത്തോട്ട്. മാമ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചെറിയ പാലം കഴിഞ്ഞിട്ട് വലത്തോട്ട്. അല്ലല്ല, പിന്നെ നേരെ ഇങ്ങോട്ട് വിട്ടു പോന്നാ മതി. ഓക്കെ. വലത്തോട്ട് പോയാ അവര് വേറെ എവിടെയെങ്കിലും എത്തും, വഴി തെറ്റി പോവും. എത്തിക്കോട്ടെ, വഴി തെറ്റട്ടെ. അവരെല്ലാരും കുറച്ചു നേരത്തേക്ക് ഇവിടെ എത്തരുത്, അതല്ലേ ഇയാളുടെ ആവശ്യം. അവരൊരു നഗരപ്രദക്ഷിണമൊക്കെ നടത്തിയിട്ട് വരട്ടെ, അപ്പോഴേക്കും നമ്മുടെ സമയം ആകുമല്ലോ.
അകത്തെ കാര്യത്തിനൊരു തീരുമാനമായെന്ന് തോന്നുന്നു. നന്നായി വേർക്കുന്നുണ്ടല്ലോ. കാറിൽ ഇത്ര നേരം എ സിയിലായിരുന്നില്ലേ, പുറത്തിറങ്ങിയപ്പോ ചൂടെടുത്ത് തുടങ്ങി. അതിന്റെയാ. എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? അകത്ത് വേറൊരു കല്യാണം നടക്കുന്നോണ്ടേ നമ്മുടെ കേറ്ററിംഗുകാരുടെ അറേഞ്ച്മെന്റ്സ് ഒന്നും ആയിട്ടുണ്ടാവില്ല. വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അവിടെ ഒരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കുടിച്ചാലോ? ചേട്ടാ, 2 സോഡ നാരങ്ങ. ഉപ്പ് വേണോ മധുരം വേണോ? 2 ചേർത്തോ. ഉപ്പും പഞ്ചസാരം ചേർത്താലല്ലേ പെട്ടെന്ന് ക്ഷീണം മാറും. കുടിക്കുന്നില്ലേ? ഈ ചൂടിനെ സോഡ നാരങ്ങ ബെസ്റ്റാ. എത്രയേട്ടാ? 40. അയ്യോ, ഞാൻ പേഴ്സ് എടുത്തില്ല. ഇവിടെ കാശ് കൊടുക്കണ്ടേ? എന്റെ കയ്യിലും കാശൊന്നുമില്ല. ചേട്ടാ, ഇവിടെ ഗൂഗിൾ പേ ഉണ്ടോ? അതൊന്നും ഇവിടെ വിൽക്കാറില്ല. അതല്ല ചേട്ടാ, ഈ സ്കാൻ ചെയ്യുന്ന സംഭവം. അയ്യോ കുഞ്ഞെ, സ്കാനിങ്ങോ? അതിനൊക്കെ ഒരുപാട് കാശാവൂലേ? കഴിഞ്ഞ മാസം ഒരു എക്സ്റേ എടുത്തായിരുന്നു. അല്ല, ഇതൊക്കെ കുഞ്ഞിനോട് ആരാ പറഞ്ഞത്? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ കാറിൽ പോയി ബിജുവിനോട് കാശ് മേടിച്ചോണ്ട് വരാം. അതൊന്നും വേണ്ട, ഞാൻ നന്ദുനെ വിളിച്ചിട്ടേ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിട്ട് വരാൻ പറയും. ആഹാ, അബൂക്കയുടെ കടയിൽ വലിയ ബിസിനസ്സുകാരാണല്ലോ വരുന്നേ. ബിസിനസ്സുകാരോ? ആളെ മനസ്സിലായില്ലേ? ഗിരിധർ നമ്പ്യാർ വലിയ ബിസിനസ്സുകാരനാ, കോടീശ്വരനാ, കോടീശ്വരൻ. ഇന്ന് ഇദ്ദേഹത്തിന്റെ കല്യാണം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ പോവാ. സാറേ, നാരിക വെള്ളത്തിന്റെ പൈസ വേണ്ട. ഇതെന്റെ വിവാഹ സമ്മാനമായിട്ട് കൂട്ടിയാ മതി. മോളെ, നീ എവിടെയാ? ഓഡിറ്റോറിയം ഫ്രീ ആയി, പെട്ടെന്ന് വാ. ശരി അച്ഛാ. ശരി മോളെ. ആ കല്യാണം കഴിഞ്ഞത്രേ, ഓഡിറ്റോറിയം ഫ്രീ ആയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി അമ്പിമാമനെ വിളിച്ച് ശരിയായ വഴി പറഞ്ഞു കൊടുക്കാം അല്ലേ? Please come back. Thank you. Wow, nice. എത്ര നാളായിട്ടുള്ള എന്റെ ആഗ്രഹം ഇന്ന് സാധിച്ചെന്നറിയോ? പറ, എന്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഹണിമൂൺ സർപ്രൈസ് എങ്ങനെയുണ്ട്? വെഡിങ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഇതാ. എന്തായാലും ശരി, നമ്മൾ ഇന്ന് ശരിക്കും എൻജോയ് ചെയ്യാൻ പോവാ. നീ എന്താ സാനിയെ കാണിക്കുന്നേ? ദേഹം മുഴുവൻ സ്വർണ്ണം ഇട്ടോണ്ട് നടക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അത് നിനക്ക് അച്ഛൻ വന്ന വളകളല്ലേ? ഇത് കൈ കിടന്ന എന്താ കുഴപ്പം? 100 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള
ഈ പുരാവസ്ഥ ഇട്ടോണ്ട് നടക്കാനേ എന്നെ കിട്ടില്ല. നീ കെട്ടിയ ഈ താലിമാല അത് മാത്രം മതി ഇനി എന്റെ കഴുത്തില്. ഇത് തന്നെ എന്റെ ക്യാരക്ടറിനും കോസ്റ്റ്യൂം സെൻസിനും മിസ്മാച്ചാ. പിന്നെ അച്ഛമ്മയുടെ വള. നിനക്ക് എന്താ ശ്രീ ഒരു സന്തോഷമില്ലാത്ത? നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല മുഹൂർത്തല്ലേ ഇത്? വല്ലാത്തൊരു കുറ്റബോധത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. നിന്റെ ഏട്ടന്റെയും എന്റെ ചേച്ചിയുടെയും കല്യാണം എന്ന് അതിൽ പങ്കെടുക്കാതെ ഇവിടേക്ക് ഓടി വന്നിട്ട് നമുക്ക് എന്ത് സന്തോഷം കിട്ടാനാ സനു? നമ്മൾ ഇതൊക്കെ ഒരുപാട് വട്ടം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളല്ലേ ശ്രീ. അതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന എന്തിനാ? അത് മാത്രമല്ല, സുമിതേച്ചി സമ്മതിച്ചിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. സമ്മതിച്ചു എന്നല്ല, സമ്മതിപ്പിച്ചു എന്ന് വേണം പറയാൻ. സുമിതേച്ചിയുടെ കല്യാണം കൂടാന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു. ഇപ്പോ കല്യാണ മണ്ഡപത്തിൽ നമ്മൾ രണ്ടുപേരും ഉണ്ടാവേണ്ടതായിരുന്നു. നീ എന്റെ ജീവിതത്തിൽ അത്രമേൽ വേണ്ടപ്പെട്ടവളാ. പക്ഷേ നിന്റെ സന്തോഷം വേണോ അതോ ചേച്ചിയുടെ കല്യാണം കൂടണമെന്ന് ചോദിച്ചാ ചേച്ചിയുടെ കല്യാണം എന്നൊരു ഉത്തരം മാത്രമേ എനിക്കുള്ളൂ. കാരണം നമ്മുടെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് ഇനിയും ധാരാളം സമയമുണ്ട് സനു. നീ ഒരു അല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലൊരു ട്രിപ്പിന് നമുക്ക് എപ്പോ വേണമെങ്കിലും വരായിരുന്നു. നീ ഇത് നേരത്തെ തിരിച്ചറിയാനുള്ള മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്റെ ചേച്ചിയുടെ കല്യാണം മിസ്സാവില്ലായിരുന്നു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും ചേച്ചിയുടെ കല്യാണം നടക്കാത്തതിൽ ഒരുക്കി ജീവിച്ചൊരു അനിയനാ ഞാൻ. എന്റെ സ്വപ്നം സനു, നീ നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തകർത്ത് കളഞ്ഞത്. ചെയ്തു പോയ കാര്യങ്ങൾക്ക് ഒരു കുറ്റബോധം ഇല്ലേ സനു നിനക്ക്? സനു, ഞാൻ ഇത്ര നേരം പട്ടിയെ പോലെ കുറയ്ക്കുമായിരുന്നു. നീ പാട്ടും കേട്ട് രസിക്കുമായിരുന്നല്ലേ? ഇമ്പോസിബിൾ സാനിയ. ശ്രീ ശ്രീ നിക്കാനല്ലേ പറഞ്ഞേ? സുമിചേച്ചി കണ്ടിരുന്നോ മായി? ഇല്ല, അവൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ചെക്കനും കൂടെ ഒരു എത്താറായി. ഈ ചേച്ചി എവിടെയാ പോയിരിക്കുന്നേ? ചേച്ചി എന്തു ചേച്ചി? ചേച്ചി ഞാൻ സങ്കടപ്പെടുന്നേ? ഒന്നുമില്ല മോളെ. ചേച്ചി നോണയൊന്നും പറയണ്ട. എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് എനിക്കറിയാം. എന്തുണ്ടെങ്കിലും ചേച്ചി എന്നോട് പറഞ്ഞേ പറ്റൂ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്ന്. സുമി ചേച്ചിയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഐശ്വര്യച്ചിയും സ്വപ്നം കണ്ടു നടന്ന ഒരു കാര്യമല്ലേ? അങ്ങനെയുള്ള ചേച്ചി ഈ ദിവസം ഇങ്ങനെ സങ്കടപ്പെടുക എന്ന് പറഞ്ഞാ അത് ഇത്തിരി കഷ്ടാട്ടോ. എന്താ ഉണ്ടായതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറ. അതിന്ന് രാവിലെ സുമിയുടെ കല്യാണത്തിന് വരാൻ കിരണും എന്റെ ഒപ്പം ഇറങ്ങിയതാ. എന്നിട്ട് എന്റെ മോളുടെ കല്യാണത്തിന് നിന്നെ മാത്രം ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. നിന്റെ ഭർത്താവിനെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് നാണം കെട്ട് കയറി വരരുതെന്ന് നീ ഇവനോടൊന്ന് പറഞ്ഞേക്കാം. പഴയതൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല കിരൺ ഈ കല്യാണത്തിന് വരാൻ തയ്യാറായത്. ഇന്നലെ രാത്രിയും കൂടി എന്നോട് ഞാൻ ഈ കല്യാണത്തിന് വന്ന എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് കിരൺ ചോദിച്ചിരുന്നു. പഴയതെല്ലാം മറന്ന് സുമിക്കൊരു നല്ല കുടുംബജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാനാ കിരൺ വന്നത്. പക്ഷെ ഇന്ദിരാന്റി പോട്ടെ ചേച്ചി, വിട്ടുകളാ. അമ്മയുടെ സ്വഭാവം അറിയാലോ. ഈ ചെറിയ കാര്യങ്ങളോട് പോലും ഇങ്ങനെ ഭയങ്കര വലുതായിട്ട് പ്രതികരിച്ചു കളയും. അവര് തമ്മില് പണ്ടങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. ആ ആളെ തന്നെ സുമി ചേച്ചിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഐശ്വര്യേച്ചി കല്യാണം കഴിച്ചതോടുകൂടി അത് അമ്മയുടെ മനസ്സിലൊരു ചെറിയ മുറിവായി. അവര് തമ്മില് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിവാഹത്തിന് ഞാൻ തയ്യാറാവില്ലായിരുന്നു. എന്നിട്ടും പിന്നീട് അങ്ങോട്ട് കിരൺ കാരണം
സുമിക്ക് ഒരു സങ്കടം ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. സംഭവിച്ച കാര്യങ്ങളിൽ കിരണിന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. സുമിയുടെ കല്യാണം നടന്നു കാണാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തത് ഞാനാ നന്ദു. ചേച്ചി, കാരണം സുമിയുടെ കാര്യത്തിൽ അത്രയും കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അപ്പോഴാ രാവിലെ അങ്ങനൊരു സംഭവം കൂടി ഉണ്ടായത്. അതോടെ ഞാൻ ആകെ തകർന്നുപോയി. അമ്മയ്ക്ക് വേണ്ടി ചേച്ചിനോട് ഞാൻ ക്ഷമ ചോദിക്കാം. വിട്ടുകളാ. ചേച്ചി ഞങ്ങൾക്ക് ഒരിക്കലും അന്യല്ല, ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗം തന്നെയാ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലൊരു മംഗളകർമ്മം നടക്കുമ്പോ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കല്ലേ, അത് ശരിയല്ല. വാ, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാ. ഞാൻ എന്തെങ്കിലും നിന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നീ എന്താ എന്റെ ഭാഗത്തു നിന്ന് കൂടി ചിന്തിക്കാത്തത്? എപ്പോഴും നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയാ ഞാൻ ശ്രമിക്കാറ്. അത് നിന്നോട് എനിക്കുള്ള സ്നേഹക്കൂടുതലും ഉണ്ടാ. നീ പറയുന്നതെല്ലാം ശരിയാ ശ്രീ. ഏട്ടന്റെയും സുമിതേച്ചിയുടെയും കല്യാണം ഞാൻ നിസ്സാരമായി കണ്ടതൊന്നും അല്ല. പക്ഷെ നമ്മുടേതായ സുന്ദര നിമിഷങ്ങൾക്ക് ഞാൻ അല്പം പ്രാധാന്യം കൂടുതൽ കൊടുത്തുപോയി. ബിക്കോസ് ഐ ലവ് യു. സനു, പ്ലീസ്, അതെല്ലാം വിട്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ? ഇനി അതിന്റെ പേരും പറഞ്ഞ് നമ്മുടെ ഈ ഹണിമൂൺ ട്രിപ്പ് സ്പോയിൽ ചെയ്താ അതുകൊണ്ട് എന്താ ഗുണം? ഞാൻ സോറി പറഞ്ഞില്ലേ? ഇനിയെങ്കിലും നിനക്ക് എന്നോട് സന്തോഷമായി പെരുമാറിക്കൂടെ? ചേച്ചിയുടെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് സങ്കടം വരുവാ. ദേ നോക്ക് ശ്രീ, ഡോണ്ട് ബി ആൻ ഇമോഷണൽ ഫൂൾ. ഇത് നമ്മുടെ ഹണിമൂണാ. നീ ഇപ്പൊ ഓർക്കേണ്ടത് ചേച്ചിയുടെ മുഖമല്ല, ദേ എന്റെ മുഖ. എന്റെ മുഖം നിന്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കണം. അതിനെന്താ വേണ്ടേന്നേ എനിക്കറിയാം. നീ എന്തായി ചെയ്യാൻ പോകുന്നേ? ഇത് കണ്ടോ, മാജിക് ഫേസ് പാക്ക്. പുതിയ പ്രൊഡക്റ്റാ, വെരി എക്സ്പെൻസീവ്. പക്ഷേ അതുകൊണ്ട് അത്രയും റിസൾട്ടും ഉണ്ടാവും.